എല്ലാ മച്ചന്മാർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പം മച്ചൻ നമ്മളെ മാനേജർ കരിയർ മോഡിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാ കളിയും ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒന്നാമത് തന്നെ. അപ്പം ഇത് അടുത്ത മാച്ചിലേക്ക് പോകാൻ മച്ചാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സപ്പോർട്ട് വേണം. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം മച്ചന്മാരെ അടുത്ത മാച്ച് നമ്മൾ ഹൈദരാബാദിനോടാണ്. അപ്പം അടുത്ത മാച്ച് പോകാൻ മച്ചന്മാരെ അതിൻ്റെ മുമ്പ് നിങ്ങൾ ലൈക്ക് അടിക്കുക. ഹൈദരാബാദിൽ മാച്ചിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിൽ നിന്ന് മാച്ച് തുടങ്ങിയിരിക്കണം മച്ചന്മാരെ. അപ്പം നമുക്ക് ചാൻസ് കിട്ടുന്നത് വെയിറ്റ് ചെയ്യാം മച്ചന്മാരെ. 12 മിനിറ്റ് അവർക്കൊരു ചാൻസാണ് ഹൈദരാബാദിന്. ചാൻസ് കിട്ടുന്നത് വെയിറ്റ് ആക്കാൻ മച്ചന്മാരെ. ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മച്ചന്മാരെ. അപ്പം 40 മിനിറ്റ് നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് മച്ചന്മാരെ. ഐശ്വര്യക്കാരിയാണ് മച്ചന്മാരെ. ഐശ്വര്യക്കാരി സ്കോർ ആക്കിയിരിക്കുകയാണ് മച്ചന്മാരെ. 41 മിനിറ്റ് അവർക്കൊരു ചാൻസാണ് മച്ചന്മാരെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് വെറുതെ സ്പെയിനിലേക്ക് നല്ലൊരു ടെക്നായിരുന്നു. പക്ഷെ കാര്യമില്ല, നമ്മളെ കുടിക്കുക ഗോൾസ് ഫസ്റ്റ് ഹാഫ് ആയിരിക്കുകയാണ് മച്ചന്മാരെ. 60 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഗോൾ ലീഡ് ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ് മച്ചന്മാരെ. അങ്കിത് മുഖർജിയുടെ ഷോട്ട് മിസ്സായി ഗോൾ സേവ് ചെയ്തിരിക്കാൻ വേണ്ടി അങ്കിത് മുഖർജി അവസാനം ഗോൾ അടിച്ചിരിക്കും. അങ്കിത് മുഖർജി നമുക്ക് 80 മിനിറ്റ് ആയിരിക്കണം മച്ചമ്മനെ. അങ്ങനെ 85 മിനിറ്റ് ചാൻസ് വീണ്ടും വിൻസി വരണ്ടോ ജോർദാൻമാർ കൊടുത്ത് ജോർദാൻമാർ ഗോൾ അടിച്ചിരിക്കണം മച്ചമ്മനെ. ജോർദാൻമാർ ഗോൾ അടിച്ചിരിക്കണം മച്ചമ്മനെ. ഇപ്പം 3-0 കളി ജയിച്ചിട്ടുണ്ട് മച്ചമ്മനെ. നമുക്കൊരു യെല്ലോ കാർഡ് കിട്ടുന്നുണ്ട്. സീനില്ല. ഐശ്വര്യകാരി തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. അടുത്ത കളിയിലേക്ക് പോകാൻ വെച്ചാൽ 5 കളിയിൽ നിന്ന് 4 ജയം ഡ്രോ. 13 പോയിന്റോടെ 1ാം സ്ഥാനത്ത് മച്ചമ്മനെ. നോക്കാം മച്ചമ്മനെ. നമുക്ക് കുറച്ച് ചേഞ്ചൊക്കെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാൻ പറ്റുന്നത്. അപ്പം മച്ചമ്മ അടുത്ത മാച്ച് പഞ്ചാബിനെതിരെയാണ്. അപ്പം പഞ്ചാബിനെതിരെ നോക്കാൻ വെച്ചാൽ പഞ്ചാബിനെതിരെ ജയിക്കാൻ കഴിയുന്ന ഉറപ്പുണ്ട് മച്ചമ്മനെ. എന്നാലും ചെറിയ ടീമുകളിൽ കുറച്ച് പിടിക്കണം മച്ചമ്മനെ. ചെറിയ ടീമാണ് അധികം ജയിക്കുക. പഞ്ചാബിൽ ഫസ്റ്റ് തന്നെ ഒരു ഷോട്ടാണ് നമ്മളെ ഡിഫൻഡർ ക്ലിയർ ചെയ്ത് വരുന്നു. നമുക്ക് ചാൻസ് കിട്ടുന്നത് വെയിറ്റ് ആക്കാം മച്ചമ്മനെ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. കമൻറ്റിൽ നിന്ന് വരുന്ന ഊർജ്ജസ്വരം നമുക്ക് ആവശ്യമാണ് മച്ചമ്മനെ. ജോർദാൻമുഖ ലെഫ്റ്റിൽ നിന്നും ഷോട്ട് എടുത്തിരിക്കുകയാണ്. ഗോളായിരിക്കണം മച്ചമ്മനെ. ഗോൾ ഈസിയായി കബളിപ്പിച്ചുകൊണ്ട് ഗോളടിക്കുന്നു ജോർദാൻമുഖ. ജോർദാൻമുഖ എത്ര ഗോൾ അടിച്ചു കൊടുക്കും. മിക്കവാറും ടോപ്പ് സ്കോറർ ജോർദാൻമുഖ തന്നെയായിരിക്കും തോന്നുന്നു. 49 മിനിറ്റ് അവർക്കൊരു റെക്കോർഡ്. 50 മിനിറ്റ് നമുക്കൊരു ചാൻസാണ് മച്ചമ്മനെ. അന്ന് വെറുതെ ഒരു ഷോട്ട് എടുത്ത് ക്രോസ് പറഞ്ഞടിച്ച് പുറത്തേക്ക് പോവുകയാണ് മച്ചമ്മനെ. 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ചാൻസ് മച്ചമ്മനെ. വിൻസി വരണം. ജോർദാൻമുഖ ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചമ്മനെ. അങ്ങനെ എത്ര ഗോളാണ് മച്ചമ്മനെ. കഴിഞ്ഞ എപ്പിസോഡിൽ 2 ഹാട്രിക്കാണ് ജോർദാൻമുഖ അടിച്ചത്. വീണ്ടും ജോർദാൻമുഖ പഞ്ചാബിൻ്റെ ഡിഫൻഡറുണ്ട്. ജോർദാൻമുഖ 2 ഡിഫൻഡർ പഞ്ചാബ്. ജോർദാൻമുഖ 4 ഡിഫൻഡേഴ്സ്, 3 ഡിഫൻഡേഴ്സ് പഞ്ചാബ്. ജോർദാൻമുഖ സ്റ്റിൽ 1.
ജോർദാൻ മുറ, ജോർദാൻ മുറ, മുറ, ജോർദാൻ മുറ. ടു ഡിഫറെന്റ് വൺ. വാട്ട് എ ബോൾ കണ്ടു ജോർദാൻ മുറ. വണ്ടർഫുൾ ഗോൾ. വാട്ട് ഗോൾ മച്ചവനെ. ഇങ്ങനത്തെ ഗോൾ ഇനി ഈ സീസണിൽ കാണില്ല. പക്ഷേ വാട്ട് എ ഗോൾ. ദ ബെസ്റ്റ് ഗോൾ ഓഫ് ഇയർ ആയിരിക്കും ഈ സീസണിലത്തെ ഏറ്റവും മികച്ച ഗോൾ. 75-ാം മിനിറ്റ് ആയിരിക്കുകയാണ് വെച്ചവരെ കഴിഞ്ഞിരിക്കുകയാണ്. 86-ാം മിനിറ്റിലെത്തിയിരിക്കുകയാണ് വെച്ചവര്. 85-ാം മിനിറ്റിലെ ചാൻസ് വെച്ചവനെ വിൻസി ബെൽറ്റോ സോറി ബെൽറ്റോ അല്ല, പക്ഷേ ഞാൻ വിൻസി ബെൽറ്റോ ആണ്. വീണ്ടും നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ ഗോളിന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. റെയ്മണി സ്റ്റിൽ റെയ്മണി വാട്ടർ ക്ലിയറൻസ് റെയ്മണി. വീണ്ടും 92 മിനിറ്റ് ആയിരിക്കണം കളി കഴിഞ്ഞിരിക്കണം. പക്ഷേ 3-0 ജയിച്ചിട്ടുണ്ട്. അങ്ങനെ മച്ചമ്മനെ ആ മാച്ച് അമ്മ 3-0 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ടേബിൾ പോയിന്റിൽ 16 പോയിന്റ് ആയിട്ട് ടോപ്പ് 1 തന്നെ ഉണ്ട് സ്റ്റിൽ. അപ്പോൾ അടുത്ത മത്സരം ഒരു വളരെയധികം മത്സരമാണ്. മഞ്ഞപ്പടേൻ്റെ എതിരാളി കളിക്കുന്നു വെച്ചമ്മനെ. അവർ ഫോർച്യൂനാണ് നടക്കുന്നത്. അപ്പോൾ നല്ലൊരു ടീമാണ്, ടഫ് ടീമാണ്. നമ്മളെ തൊട്ട് താഴെയുണ്ട് അവർ. ഈ കളി തോറ്റാൽ അവർ കയറാൻ ചാൻസ് ഉണ്ട് വെച്ചമ്മനെ. അപ്പോൾ മാക്സിമം നമുക്ക് ടൈയോ അല്ലെങ്കിൽ ജയിക്കാനോ നോക്കാം വെച്ചമ്മനെ. പെപ്പർക്ക് 1 ഫോമിനാണ് വെച്ചമ്മനെ. അപ്പം 4-ാം മിനിറ്റിൽ അവർക്ക് ഒരു ചാൻസ്. മുഹമ്മദ് ഐമൻ ദിമിത്രി ഇന്ന ഷോട്ട്. വീണ്ടും അവർക്ക് 11-ാം മിനിറ്റിൽ അവർക്ക് ചാൻസ്. സക്കായി വാട്ടർ ടാക്ലിംഗ്. വീണ്ടും അവർക്ക് തന്നെ വീണ്ടും ചാൻസ്. മുഹമ്മദ് ഐമൻ ടാക്ലിംഗ്. വാട്ടർ ടാക്ലിംഗ് ബൈ ജോർദാൻ മുറ സ്റ്റിൽ. ജോർദാൻ മുറ ഷോട്ട് അടിച്ചിരിക്കുകയാണ്. ഗോളായിരിക്കുകയാണ്. 1-0 കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ ചെന്നൈയിൻ FC 1-0 ആയിരിക്കുകയാണ് വെച്ചവന്. 30 മിനിറ്റ് ആയിരിക്കുകയാണ് വെച്ചവന്. 36-ാം മിനിറ്റ് അവർക്ക് ചാൻസ്. പെപ്പർ ഗോൾ അടിച്ചിരിക്കുകയാണ് വെച്ചവനെ. സമനിലയായിരിക്കുകയാണ് വെച്ചവനെ. ഫസ്റ്റ് ഹാഫിൽ സമനില പിരിയുന്ന സെക്കൻഡ് ഹാഫ് ആയിരിക്കുകയാണ് തുടങ്ങിയിരിക്കുകയാണ്. 53-ാം മിനിറ്റിൽ നമുക്കൊരു ചാൻസ്. സ്റ്റിൽ ജോർദാൻ മുറ ഷോട്ട്. ഗോൾ. നല്ലൊരു ലോങ് റേഞ്ച് ഷോട്ടാണ് ജോർദാൻ മുറ. അപ്പം ഇനി അവരെ ഗോൾ അടിപ്പിക്കാതെ നോക്കണം വെച്ചവര്. നമുക്ക് നോക്കാം. 64-ാം മിനിറ്റ് അവർക്ക് വീണ്ടും ഒരു ചാൻസ്. ജേസൂസക്കായും ഐമനും 1-0 2 വിങ്ങിൽ നിന്ന് മാലകാറ്റാക്കാണ്. വീണ്ടും അവർക്ക് ചാൻസ്. മിനോസ് വന്ന് ഗോൾ അടിച്ചിരിക്കുകയാണ് വെച്ചവനെ. ഓ മൈ ഗോഡ്. ഡിഫൻഡർ വന്ന് ഗോൾ അടിച്ചിരിക്കുകയാണ്. 80 മിനിറ്റും കഴിഞ്ഞിരിക്കുകയാണ് വെച്ചവന്മാരെ. 54-ാം മിനിറ്റ് നമുക്ക് ചാൻസ്. ജോർദാൻ മുറ ഈസി ചാൻസ്. ഗോൾ അടിച്ചിരിക്കുകയാണ്. ഹാട്രിക് ഫ്രം ജോർദാൻ മുറ. 3ാമത്തെ ഹാട്രിക്കാണ് ജോർദാൻ മുറ അടിക്കുന്നത് തന്നെ. 3-2 നമ്മൾ ജയിക്കുമെന്ന് തോന്നുന്നു വെച്ചവനെ. ജയിച്ചിരിക്കുകയാണ് വെച്ചൊരു 3-2. 4ാമത്തെ മാച്ച് ജോർദാൻ മുറയാണ്. അങ്ങനെ 19 പോയിന്റുമായി 7 കളിയിൽ നിന്നും 19 പോയിന്റ് വെച്ചവരെ. ഒരു കളി കൂടി തോറ്റില്ല. അപ്പം അടുത്ത മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് വെച്ചവനെ. അതും നമുക്ക് കളിക്കാം. ഇതേ ഫോർമേഷൻ ഇതിൻ്റെ എനർജിയിൽ കളിക്കാൻ വെച്ചാൽ ഇതേ എനർജിയിൽ കളിക്കാം. അപ്പം ഈ കളി സ്റ്റാർട്ട് ചെയ്യാണ്. അവരെ മുട്ടാണ്, ഈസ്റ്റ് ബംഗാളിൻ്റെ മുട്ടാണ്. നമുക്ക് നോക്കാം. അവർക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ് വെച്ചവനെ. ഓ മൈ ഗോഡ്. നല്ല ഡിഫെൻഡിങ്. നമുക്ക് ചാൻസ് കിട്ടാമെന്ന് സംശയമാണ് വെച്ചവനെ. വീണ്ടും നമുക്ക് 12ാം മിനിറ്റ് ചാൻസ് ഇട്ട് ജോർദാൻ മുറ ഈസ് ഗോൾ. ദിസ് ഈസ് എ ഗോൾ. ഇത് ഗോൾ തന്നെയാണ്. ജോർദാൻ മുറ
ചെങ്ങൈക്ക് ബോക്സിനുള്ള ഗോൾ കിട്ടിയാൽ മാക്സിമം അത് ഗോളാക്കാനേ നോക്കും. സ്റ്റിൽ നല്ലൊരു ഗോളാണ് ജോർദാൻ മോറ. 12-ാം മിനിറ്റിൽ വീണ്ടും ആർക്ക് ചാൻസ് ഈസ്റ്റ് ബംഗാളിന്. നല്ല ചാൻസാണ്. നമ്മുടെ ഡിഫൻഡർ ഗോൾസും ഇല്ല, എത്തിയിട്ടുണ്ട് ഡിഫൻഡർ. ഇത് മിക്കവാറും ഗോളാരോ. ഗോളിയുടെ മികച്ച സേവ്. വീണ്ടും അവർക്ക് ചാൻസ് വെച്ചവനെ. മൈ ഗോഡ്, ഇതെങ്ങനെ ക്ലിയർ ചെയ്യുക? മൈ ഗോഡ്, എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. നമ്മളെ 3 മാർക്കാണ് ഒരു പ്ലെയറിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അങ്കിത് മുഖർജി നല്ല ഷോട്ട് ഗോളായിരിക്കുകയാണ്. അങ്കിത് മുഖർജിയുടെ ഗോൾ. 2 ഗോൾ അവൻ അടിച്ചു ആ പ്ലെയർ. 28-ാം മിനിറ്റ് വീണ്ടും ചാൻസ്. ഫറൂഖ് ചൗധരി നല്ല ഷോട്ട്. ക്രോസ് ബാറിന് റൈറ്റ് ക്രോസ് ബാറിന് വെച്ച് പുറത്തേക്ക് പോവുകയാണ്. 42-ാം മിനിറ്റിൽ അവർക്ക് വീണ്ടും ചാൻസ്. നല്ല ഷോട്ട്. ഗോളി സേവ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും അവർക്ക് ചാൻസ്. എത്ര ചാൻസാണ് കിട്ടുന്നത്. നമ്മൾ നല്ല ഡിഫൻഡ്. എത്ര ബ്ലോക്ക് ചെയ്തു, പക്ഷേ സ്റ്റിൽ പോയിരിക്കുകയാണ്. വീണ്ടും ഷോട്ട് അടിച്ചത് ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുകയാണ്. 50 മിനിറ്റ് ആയിരിക്കുകയാണ് ടൈമായി. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു യെല്ലോ കാർഡ് കിട്ടിയിരുന്നു വെച്ചാൽ നമുക്ക് സബ് കീക്കാം. റഫീഖിനെ കൊണ്ടല്ല വെച്ചാൽ റഫീഖിനെ കീച്ച് ഫറൂഖ് ചൗധരി. മൈ ഗോഡ്, അശ്വതികാരനെ കൊണ്ടുവന്നിരിക്കുകയാണ് വെച്ചാൽ ഫറൂഖ് ചൗധരിനെ മാറ്റി അശ്വതികാരി അങ്ങനെയൊക്കെയാണ് വെച്ചാൽ അൻവറിനെ മാറ്റി വേറെ ആരെ കൊണ്ടുവരും വെച്ചാൽ നമുക്ക് ആരെങ്കിലും ഉണ്ടോ നോക്കാം. അൻവറിനെ മാറ്റി ആരെങ്കിലും ഉണ്ടോന്നൊക്കെ വെച്ചാൽ മാറ്റി അലക്സ് വന്നിട്ടുണ്ട്. സ്റ്റിൽ ഷോട്ട് അലക്സിൻ്റെ. 74-ാം മിനിറ്റ് നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് വെച്ചാൽ ജോർദാൻ മോറ ആകാശാണ്. ആകാശ് നല്ല ഷോട്ട്. ആകാശിൻ്റെ ഗോളാണ് വെച്ചാൽ ആകാശാണ് സ്കോർ ചെയ്തിരിക്കുകയാണ് വെച്ചാൽ 3-0 ആയിട്ടുണ്ട് വെച്ചാൽ. അപ്പം ഈ കളി നമ്മൾ ജയിച്ചെന്ന് ഉറപ്പിക്കാൻ വെച്ചാൽ 92 മിനിറ്റ് ജയിച്ചിട്ടുണ്ട് വെച്ചാൽ. അപ്പം ഇതിലും ആകാശ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ഡിഫൻഡറാണ് ആകാശ്. നല്ലൊരു ഡിഫൻഡറിന് മാൻ ഓഫ് ദ മാച്ച്. 8 കളിയിൽ നിന്ന് 22 പോയിന്റ് ആയിരിക്കണം വെച്ചാൽ. അടുത്ത മാച്ച് നമ്മൾ നോർത്ത് വെസ്റ്റിനെതിരാണ് വെച്ചാൽ കളിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയുക. അപ്പോൾ വെച്ചാൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.